തൃശ്ശൂർ രാംദാസ് തിയേറ്ററിലാണ് നിൽക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ തുടരും തൃശ്ശൂർ രാഗത്തിൽ കളിക്കുന്നുണ്ട്, ഇനോക്സിൽ കളിക്കുന്നുണ്ട് ശോഭ സിറ്റി. നമ്മുടെ രാംദാസ് തിയേറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇവിടെയും കളിക്കുന്നുണ്ട്. സിനിമ 4 ഷോകളാണ് രാംദാസ് തിയേറ്ററിൽ കളിക്കുന്നത്. ഷോ ടൈം 11 മണി, 2:30, 6 മണി, 9:30, അങ്ങനെ 4 ഷോകൾ. ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം എല്ലാ സ്ക്രീനുകളിൽ നിന്നും ലഭിച്ചത്. അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ള ആ ഒരു അഭിപ്രായത്തിൽ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ബുക്കിങ്ങുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ നമുക്ക് ഒരുപാട് പേർക്ക് സാധാരണ ഒരു ലാലേട്ടനെ, അതായത് ഈ എമ്പുരാൻ എന്ന് പറയുന്ന അത്രയും വലിയ ബ്രഹ്മാണ്ഡ സിനിമയിൽ പൃഥ്വിരാജ് ഇത്രയും വലിയ മേക്കിങ്ങിലും സംവിധാനത്തിലും ലാലേട്ടനെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതൊരു സാധാരണ പ്രേക്ഷകർക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു 60% ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ സിനിമ നല്ല ഗംഭീരമാണ്, ഭയങ്കരമായി കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ലാലേട്ടനെ ശരിക്കും സാധാരണക്കാർക്ക് ഒരു ലാലേട്ടനെ വേണമെന്നുള്ള ഒരു ഇഷ്ടത്തിൽ വന്നവർക്ക് ഈ സിനിമ കണ്ടപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കത് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ബുക്കിങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള തിരക്കാണ് എല്ലാ സ്ക്രീനുകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സ്ക്രീനുകളിലേക്ക് ഒരു സിനിമ ആഡ് ചെയ്യാനുള്ള എല്ലാ ഒരു സെറ്റപ്പും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗംഭീര കളക്ഷനും സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. ലാലേട്ടനാണ് അറിയാലോ, ബോക്സ് ഓഫീസ് ഇങ്ങനെ കയറി പൊട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ കളിക്കുന്നുണ്ട്, ഇനോക്സിൽ കളിക്കുന്നുണ്ട്, പിന്നെ രാംദാസിൽ കളിക്കുന്നുണ്ട്, ഗാനം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലും കൂടി കളിക്കുന്നുണ്ട്. പിന്നെ വിട്ടുപോയ തിയേറ്ററുകളുണ്ടെങ്കിൽ നിങ്ങളും കൂടി അഭിപ്രായം അറിയിക്കട്ടെ. തൃശ്ശൂർ ലൊക്കാലിറ്റി പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള ഏത് സ്ക്രീനിലാണ് നിങ്ങൾ, ഏത് തിയേറ്ററിലാണ് നിങ്ങൾ കണ്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ രാംദാസ് രവീഷ്ണ സിനിമ തിയേറ്റർ. സ്ക്രീൻ 2 അവിടെയാണ്, സ്ക്രീൻ 1 ഇവിടെയാണ് കേട്ടോ. ഗംഭീരമായിട്ടുള്ള പാർക്കിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാം. അന്യായ ക്രൗഡാണ് സിനിമയ്ക്ക്. രാംദാസ് തിയേറ്ററിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ. സ്ക്രീൻ 1ലേക്കുള്ള വഴിയാണ്. പാർക്കിങ് നമുക്ക് കാണാം. ഒരു കാലത്ത് മോഹൻലാലിൻ്റെ സിനിമകൾ ഈ രാംദാസ് സിനിമാ തിയേറ്ററിൽ അത്രമാത്രം നിറഞ്ഞ ആടി പോയിട്ടുണ്ടെന്നുള്ളത് എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ തേറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ നരസിംഹം സിനിമ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഷോ കണ്ടു, പിന്നെ മാറ്റിനി കണ്ടു, പിന്നെ ഫസ്റ്റിനും കൂടി കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. അത് നമ്മുടെ മാമൻ്റെ കൂടെയാണ് സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് അന്ന് ഒറ്റയ്ക്ക് വന്ന് പോകാനുള്ള ഒരു പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം ലാലേട്ടൻ്റെ സിനിമകൾ റെക്കോർഡടിച്ച് അന്ന് കോടി ക്ലബ്ബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അത്രമാത്രം സിനിമകൾ ഇവിടെ വന്ന് പോയിട്ടുണ്ടെന്നുള്ളതാണ്. പാർക്കിംഗ് കണ്ടോ? പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാംദാസ് സൈഡിൽ ഗംഭീര പാർക്കിംഗ് തുടരും.